ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ ISLൽ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോട് ഗോൾ രഹിത സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. കൊച്ചി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത്. മത്സരത്തിൻ്റെ 30-ാം മിനിറ്റിൽ തന്നെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഐബൻ ഡോഹ്രിങ് റെഡ് കാർഡ് കണ്ട് പുറത്തു പോവുകയായിരുന്നു. ഇതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ശരിക്കും പ്രതിരോധത്തിലായി എന്ന് പറയേണ്ടി വരും. ആ സമയത്ത് കേവലം 18 വയസ്സ് മാത്രമുള്ള കോറു സിംഗ് റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് ഇറങ്ങിക്കളിക്കുകയായിരുന്നു. പിന്നീട് ഗംഭീര പ്രകടനമാണ് കോറു സിംഗ് നടത്തിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കോറു സിംഗിനെ പ്രശംസിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ TG പുരുഷോത്തമൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. വളരെയധികം ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു താരമാണ് കോറു സിംഗ് എന്നാണ് TG പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിലുള്ള താരങ്ങളെ ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സ് ഉൽപ്പാദിക്കുമെന്നും ഇനിയും ഒരുപാട് ഇതുപോലെയുള്ള താരങ്ങൾ വരാനുണ്ട് എന്നും TGP ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കോറു സിംഗ് ഒരു ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള താരമാണ്. ഈ ക്ലബിന് വേണ്ടി എല്ലാം നൽകുന്നു. പ്രായവും എക്സ്പീരിയൻസും കുറവായിട്ട് പോലും അദ്ദേഹം ഈ ഒരു ലെവലിലേക്ക് എത്തി. ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നാഷണൽ ടീമിലേക്ക് താരങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനിയും ഇതുപോലെയുള്ള താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും വരിക തന്നെ ചെയ്യും. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ TG പുരുഷോത്തമൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ മത്സരത്തിൽ ഒരു വിജയം അനിവാര്യമായിരുന്നു. പക്ഷേ ആ സമയത്താണ് ബ്ലാസ്റ്റേഴ്സിന് ഒരു പോയിന്റുമായി തൃപ്തിപ്പെടേണ്ടി വന്നത്. എന്നാൽ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. ഐബന്റെ റെഡ് ആ ഒരു കാര്യങ്ങളെ എല്ലാം വഷളാക്കി എന്ന് തന്നെ പറയേണ്ടി വരും. ഇനിയിപ്പോൾ വരുന്ന ജനുവരി 24-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ കൊൽക്കത്തൻ ക്ലബ്ബായ ഈസ്റ്റ് ബംഗാളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി വീണ്ടും കാണാം.